മക്കളെ നമ്മൾ ഈ ഐറ്റം സാധാരണ എടുക്കാത്തതാണ്. പക്ഷെ നാളെ നിങ്ങൾക്ക് 23 ചാപ്റ്റേഴ്സ് ആണ് എഴുതാനുള്ളത് എക്സാമിന്. 23 എന്ന് പറയുമ്പോൾ ഇവര് വിചാരിക്കും സോഷ്യൽ 23 ആയാന്നുള്ളത്. സോഷ്യൽ അല്ല, ബയോളജിയിൽ 6 അതുപോലെ തന്നെ സോഷ്യലിൽ 17. അമീൻ സർ കയറി വരും. തീർച്ചയായിട്ടും മക്കളെ, ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ വീഡിയോ ഇറക്കിയിട്ടില്ല. പക്ഷെ എന്റെ മക്കൾ തരാനുള്ളത് ഇത് ആദ്യം മുതൽ അവസാനം വരെ കാണാം. പഠിക്കുന്ന മക്കൾക്ക് ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏതാണ് ഷുവർ ആയിട്ട് വരാൻ പോകുന്ന ചോദ്യങ്ങൾ, അതാണ് ഞങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. സോ മക്കളെ വേഗത്തിൽ തന്നെ നോക്കി, ഞങ്ങൾ വേറെ സമയം ഒന്നും കളയുന്നില്ല എന്റെ മക്കളുടെ. സോ 100% ഷുവർ ക്വസ്റ്റ്യൻ. ഒരു കാര്യം പറഞ്ഞാ മക്കളെ, ഇതിലെ ചോദ്യങ്ങൾ എന്തായാലും പഠിച്ചു പോക്കോ, നിങ്ങൾക്ക് നാളെ കാണാൻ. ഇത് മറക്കരുത്. സോ നമുക്ക് ആദ്യം ജോഗ്രഫിയുടെ ഭാഗത്ത് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഡ്യൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ഡെയിലി മീൻ ടെമ്പറേച്ചർ, മേ ബി ഒരു എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ എന്ത് ചെയ്യാം ഇവിടുന്ന് വരാൻ സാധ്യതയുണ്ട്. ഒരു എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വരാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു ഭാഗം എന്നുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകാം. മലയാളം പറഞ്ഞു കൊടുക്കും സാറേ. എന്ന് വെച്ചാൽ ദൈനിക താപാന്തരം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഡ്യൂണൽ ശരാശരി താപനില എന്ന് പറയുന്ന ഈ 2 കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. നമ്മൾ 6 പോയിന്റ്സുകൾ നമുക്ക് ആക്ച്വലി വരുന്നുണ്ട്. 6 പോയിന്റ്സിന്റെയും ഡീറ്റെയിൽ ഒന്ന് എന്ത് ചെയ്യണം മക്കൾ പഠിച്ചു വെക്കണം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അത് മേ ബി ചിലപ്പോൾ ഒരു 2 മാർക്കിനോ മേറെ പോയ 3 മാർക്ക് കേട്ടോ. ഇനി ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എസ്എ ക്വസ്റ്റ്യനെ ഒന്നാമത്തെ ചാപ്റ്ററിനായിരിക്കും വരാൻ ഒരു സാധ്യതയുള്ളത്. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, ക്വസ്റ്റ്യൻ പൂള് അതൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞ സാധനമാണ്. അപ്പൊ എന്റെ മക്കൾ മനസ്സിലാക്കുക, ഈ ചാപ്റ്ററിന് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് മലയാളം ആഗോള മർദ്ദ മേഖലകൾ, അതിൽ ഓരോ മർദ്ദ മേഖലയും എന്തുകൊണ്ട് ഉണ്ടാവുന്നു ആ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഈ കൊല്ലം അല്ല, അതിന് മുമ്പത്തെ കൊല്ലം എസ് ആയിട്ട് വരുന്ന ആ സാധനമാണ്. പിന്നെ വിൻഡിലാണെങ്കിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിൻഡുകളുണ്ട്. ലോക്കൽ വിൻഡ് ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ ടേബിൾ ആയിട്ട് വരാം. അതിൽ പെർമനന്റ് വിൻഡുകൾ കൃത്യമായിട്ട് പഠിച്ചേക്കാം. ട്രേഡ് വിൻഡ് തുടങ്ങി അഥവാ വാണിജ്യവാദമൊക്കെ ഉണ്ടല്ലോ അത്. അതുപോലെ തന്നെ പീരിയോഡിക് വിൻഡിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് മൺസൂൺ വിൻഡ്. ചിലപ്പോ വരാം. എന്നാലേ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ വേഗം സമയം കളയുന്നില്ല. രണ്ടാമത്തെ ചാപ്റ്റർ ജസർ വന്നോളൂ. ക്ലൈമറ്റ് റീജിയൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഈ ചാപ്റ്റർ ഏറ്റവും പ്രധാനമായിട്ട് ക്ലൈമാറ്റിക് റീജിയൻ, കാലാവസ്ഥ മേഖലകളും കാലാവസ്ഥ മാറ്റവും എന്ന് പറഞ്ഞ ചാപ്റ്റർ. ആ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് 4 മാർക്കിന്റെ മാപ്പ് ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഇതിനാണ് 4 മാർക്കിന്റെ മാപ്പ് ക്വസ്റ്റ്യൻ വരിക. നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോ. മാപ്പുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ചാനലിൽ താഴെ കാണാൻ പറ്റും. അത് നിർബന്ധമായിട്ട് ഞാൻ കാണാം കേട്ടോ. ഓക്കെ, റെഡി. മൂന്നാമത്തെ ചാപ്റ്റർ റെയിനി ഫോറസ്റ്റ് ലാൻഡ് ഓഫ് പെർമഫ്രോസ്റ്റ് അഥവാ നമ്മുടെ മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ. മൊത്തം കാര്യം പഠിക്കുന്ന ചാപ്റ്റർ അല്ല, ഇതിലെന്താ വെച്ചാലോ ഇത് ഏറ്റവും ഭയങ്കര സിമ്പിൾ ആണ്. ഇതിലാകെ ഇക്വറ്റോറിയൽ റീജിയനും അതുപോലെ തന്നെ ട്രെൻഡ്ര റീജിയനും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. ഞാൻ വെറുതെ സാർ ചോദിക്കാം, ഈ 4 ഇട്ടിട്ടുണ്ട്, ഇതിൽ 100% നാളെ വരുന്ന സാർ പറഞ്ഞ ചാപ്റ്റർ. വേറെ കാര്യം പറ്റേ, ഇതിന്റെ ബാക്കിയാണ് അപ്പൊ ഇക്വറ്റോറിയൽ ഏരിയയും ടെൻഡ്ര റീജിയന്റെ ക്ലൈമാറ്റിക് സിറ്റുവേഷൻ ആ ഒരു വേരിയേഷൻ ഉണ്ടല്ലോ, ഭൂമധ്യരേഖാ പ്രദേശവും അതുപോലെ തന്നെ ടെൻഡ്ര റീജിയൻ, തുന്ദ്ര റീജിയൻ എന്ന് പറയും. അതിന്റെ ഒരു ഡിഫറൻസ് പഠിച്ചേക്കാം. തുന്ദ്ര ഭാഗം എന്ന് പറഞ്ഞാൽ തന്നെയാണ്. ദെൻ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭാഗം ഹ്യൂമൻ ലൈഫ്, രണ്ടിടത്തെയും മനുഷ്യന്റെ ജീവിതം, അവരുടെ ജോലികൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ബേബി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എവർഗ്രീൻ ഫോറസ്റ്റ്, നമ്മൾ ആമസോൺ ഫോറസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, നിത്യഹരിത വനങ്ങൾ, ആമസോൺ ഫോറസ്റ്റ്, ആമസോൺ ബേസിൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം ഉണ്ടാവും. പഠിച്ചിട്ട് പോക്കോ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോയിക്കോട്ടോ. എന്നാ അടുത്ത ചോദ്യമാണ് നമ്മൾ എക്കണോമിക്സിന്റെ ഭാഗത്താണ്. കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ. സോഷ്യൽ ഹിസ്റ്ററി എവിടെ നിന്ന് ഡൗട്ട് ഉണ്ടാവും. ഹിസ്റ്ററി വരും കേട്ടോ മക്കളെ. ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം, ഇത് പറഞ്ഞേക്കാൻ മുന്നേ ഞാൻ മക്കൾ കണ്ടോണ്ടിരിക്കുകയാണ്. മക്കളെ ഇപ്പൊ ഞങ്ങൾ ക്വസ്റ്റ്യൻസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ലൈവ് ഞങ്ങൾ ആഫ്റ്റർ ദ മോഡൽ എക്സാമിനേഷൻ ഞങ്ങൾ തരുന്നുണ്ട്. 12 മണിക്കൂറിന്റെ ലൈവാണ്. കേരളത്തിൽ ആദ്യം തുടങ്ങിയിട്ടുണ്ടാവും ചിലപ്പോ ലേൺ വിത്ത് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പരിപാടി നമ്മൾ 3 അധ്യാപകരും കൂടെ ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് 12 മണിക്കൂർ വെച്ചിട്ട് 17 ചാപ്റ്റേഴ്സിനെയും നമ്മൾ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് സെറ്റ് ആക്കി തരും. ഇപ്പൊ നിങ്ങൾക്ക് മോഡൽ എക്സാം വേണ്ടത്. മോഡൽ എക്സാമിന് ഏതൊക്കെ ഭാഗത്ത് നിന്ന് ഏറ്റവും കുറച്ച് ചില ആൾക്കാരുണ്ടാവും. 23 ചാപ്റ്റർ ആണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ആലോചിച്ച് 23 മോഡൽ എക്സാം 23 ചാപ്റ്റർ എന്റെ മക്കൾ പഠിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവാൻ മതി, അല്ലെങ്കിൽ എവിടുന്ന് വരുന്ന ഇമ്പോർട്ടന്റ് അറിയാത്തുണ്ടാവും. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. മാക്സിമം ഇപ്പൊ തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ നിങ്ങൾ ഈ സ്റ്റോപ്പ് ആക്കിയിട്ട് ഒന്നും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സാധനമാണ്. ഞങ്ങൾ നേരത്തെ തരികയാണ് നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ വേണ്ടിട്ടോ. ഈ ഭാഗം പഠിച്ചു എന്ന് ഉറപ്പിക്കുക. അതാണ് തീർച്ചയായിട്ടും. അതിലെ ഗ്രാഫ് ക്വസ്റ്റ്യൻ മേ ബി വരാം. അത് TU-MU നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രാഫ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ പോകുന്ന TU-യും അതുപോലെ തന്നെ ഇങ്ങനെ പോകുന്ന ഒരു MU-ന്റെയും ഗ്രാഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ആ TU-MU-യുടെ ഗ്രാഫ് അഥവാ മാർജിനൽ നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയുടെയും ഗ്രാഫ് കൃത്യമായിട്ട് മക്കൾ ശ്രദ്ധിച്ചു വെക്കണം. അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി
നമ്മളെ അപജയ സീമാത ഉപയുക്ത നിയമത്തിന്റെ പരിമിതികൾ ഓർമ്മയുണ്ടല്ലോ, വേണമേ. അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആക്ട് കോർട്ട്, അതിൽ ഏതെങ്കിലും ഒന്ന്. ഇവിടെ കുറച്ച് വർഷങ്ങളൊക്കെ ഉണ്ട്, ഒരു 3 വർഷങ്ങളുടെ പേരുകളൊക്കെ പഠിക്കാനുണ്ട്, നമ്മൾ ലൈവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇഷ്യൂസുകൾ റിലേറ്റഡ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ 100% ഉറപ്പാണ് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം തരും, എഡ്യൂക്കേഷൻ സെക്ടറിൽ ഒരു പ്രോബ്ലം ആകാം, ഹെൽത്ത് സെക്ടറിലെ പ്രോബ്ലം ആകാം. ഇപ്പൊ ജോബ് അബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രി, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ചിലപ്പോ എങ്ങാനും ഹെൽത്തോ എഡ്യൂക്കേഷനോ വരാനാണ് സാധ്യതയുണ്ട്. മക്കൾ ഒന്ന് പഠിച്ചിട്ട് പോയിക്കോട്ടോ, ബാക്കിയുള്ളതും കൂടെ എന്ത് ചെയ്യാം ഒന്ന് നോക്കിയിട്ട് പോവാം. ആ സമയത്ത് നമ്മൾ എന്താ സൊല്യൂഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. എന്നാൽ അടുത്ത ചാപ്റ്റർ മണി ആൻഡ് എക്കോണമി എന്ന് പറയുന്ന ചാപ്റ്റർ, ഇവിടെ മക്കൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ RBIയുടെ ഫംഗ്ഷൻസ് ഒക്കെയാണ്. പക്ഷെ RBIയുടെ ഫംഗ്ഷനെക്കാളും കൂടുതലായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഭാഗം ഒന്ന് വെലോസിറ്റി ഓഫ് മണി, പണത്തിന്റെ ചാക്രിക പ്രവാഹ വേഗം. ശ്രദ്ധിക്കണേ. അതൊരു പ്രാക്ടിക്കൽ ലെവലിൽ ചോദ്യമായിട്ട് വരാം. ഫംഗ്ഷൻസ് ഓഫ് മണി വരാം. അതുപോലെ തന്നെ ഇതിനെന്ത് ചെയ്തു, RBIയുടെ ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കൺട്രോളിംഗ് ക്രെഡിറ്റ്, വായ്പ നിയന്ത്രിക്കുക. അല്ലെ സാർ? വായ്പ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പോ റേറ്റും റിവേഴ്സ് റേറ്റും ഈ ഇൻഫ്ലേഷന്റെ സമയത്ത് റിവേഴ്സ് റേറ്റ് എങ്ങനെ അതിനെന്ത് എഫക്ട് ചെയ്യുന്നുള്ള ഒരു ചോദ്യം മേ ബി ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിലെ 4 ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്, അല്ല ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ ബേസ് ചെയ്തിട്ട് പഠിച്ചാൽ മതി. പലിശയെ ബേസ് ചെയ്തിട്ട് വിവിധ തരം നിക്ഷേപങ്ങൾ ഉണ്ടല്ലോ, അത് പഠിച്ചു വെക്കണം. മൈക്രോ ഫിനാൻസ് മേ ബി വരാം, നമ്മുടെ കുടുംബശ്രീയുടെ ഒക്കെ കാര്യമാണ്. അതുകൊണ്ട് ചോദ്യം ഈ സൊസൈറ്റിയായിട്ട് അല്ല, കുടുംബശ്രീ ആണെങ്കിൽ ചിലപ്പോ കേരളത്തിന് പ്രധാനപ്പെട്ടതായതുകൊണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ മക്കളെ. വളരെ ഇപ്പത്തെ സർക്കാരിനൊക്കെ ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ചാൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ടോപ്പിൽ വരാം. നമുക്ക് നവകേരള മിഷൻ തന്നെ എന്ത് ചെയ്യാൻ പഠിപ്പിക്കാൻ നമ്മുടെ മക്കൾക്ക് വരാനുണ്ട്. എന്നാൽ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്നു, ദ ചേഞ്ചിങ് എർത്ത്. ചേഞ്ചിങ് എർത്ത് ക്വസ്റ്റ്യൻ വരുന്നതാണ് മകളെ 6ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിയോ, എൻഡോജനിക് മൂവ്മെന്റ്സും എക്സോജനിക് മൂവ്മെന്റ്സും തമ്മിലുള്ള ഡിഫറൻസ്, ബാഹ്യജനോ അന്തർജന ജലങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നുള്ളത് ചോദിക്കും. അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, ഇതിനകത്ത് വരുന്ന ഒരു സാധനമാണ് ഇത് വെതറിങ് ആട്ടോ. വെതറിങ് അല്ലെങ്കിൽ അപക്ഷയം. അപക്ഷയത്തിന്റെ ഭാഗത്ത് നിന്ന് മക്കൾ ശ്രദ്ധിച്ചോ, ഉറപ്പിച്ചു വെച്ചോ, ആ ചോദ്യം എന്തായാലും ഉണ്ടാവും. കഴിഞ്ഞ വരാൻ കൂടുതൽ സാധ്യത വെതറിങ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു സാധനം കൂടി ഉണ്ട്, മാസ് വാസ്റ്റിംഗ് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന സാധനമുണ്ട്. ഉരുൾപൊട്ടൽ ഇത് വരും മകളെ. ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കറിയാം കേരളവുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണല്ലോ മാസ് വാസ്റ്റിംഗ്. ഇത് വരും കേട്ടോ, മാസ് വാസ്റ്റിംഗ്. ഇത് രണ്ടും അപ്പൊ ഓർത്ത് വെച്ചോ. ഈ 2 നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. വെതറിംഗ് കെമിക്കലി, ഫിസിക്കലി, ബയോളജിക്കൽ വെതറിംഗ് പഠിച്ചിട്ടുണ്ടല്ലോ, ജൈവികം, രാസികം തന്നെ പഠിച്ചിട്ട് വലിയൊരു മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാൽ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്നു, ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇത് മക്കൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ഭയങ്കര ഡിഫിക്കൽട്ടി ആയ ചാപ്റ്ററാണ്. ഇതിൽ മക്കളെ വരുമേ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഫിസിക്കൽ PQLI എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്, SDGI എന്ന് പറയുന്നത് ഇന്ത്യൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, പിന്നെ നവകേരള മിഷൻ. അമീൻ സാർ നേരത്തെ പറഞ്ഞല്ലോ, നവകേരള മിഷൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ള കാരണം, നമ്മുടെ ഇപ്പത്തെ ഗവൺമെന്റ് ഉണ്ടാക്കിയ സംഭവമാണെങ്കിൽ അതിന്റെ പുതിയ ബുക്ക് ആയതുകൊണ്ടും ചിലപ്പോ എന്റെ മക്കൾക്ക് ചാൻസ് ഉള്ളതാണ് നവകേരള മിഷൻ. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചില ഒന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ട് വന്ന നീതി ആയോഗ്. നീതി ആയോഗ് എവിടെയൊക്കെ ഏതൊക്കെ ടെക്സ്റ്റിൽ നീതി ആയോഗ് ഉണ്ടോ അതിനകത്തൊക്കെ എല്ലാവരും നീതി ആയോഗിന്റെ ഒബ്ജക്റ്റീവ്സ് കേട്ടോ പഠിച്ചു കേട്ടോ. പ്ലാനിംഗ് കമ്മീഷനെക്കാളും കൂടുതൽ ഒരു പക്ഷെ എന്ത് ചെയ്യാം സാധ്യതയുള്ള കാരണം നീതി ആയോഗിലേക്ക്. ഞാൻ കണ്ടത് ഒരു പ്ലാനിംഗ് കമ്മീഷന്റെ ചോദ്യം നമ്മുടെ സെറ്റി ബിയിലുണ്ട്. എന്നാൽ അടുത്ത എക്കണോമിക് റിഫോം, സാമ്പത്തിക പരിഷ്കരണങ്ങൾ. നമ്മൾ LPG ഉണ്ടല്ലോ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞ കാര്യം അത് കൃത്യമായിട്ട് മക്കളൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണം. ദെൻ ടെക്നോളജിയുടെ ബേസ് ചെയ്തിട്ട് അഗ്രി ടെക്കിനെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. അഗ്രി ടെക്കിനെ വള്ളിപ്പൊടിയായിട്ട് പഠിച്ചു വെച്ചേക്കാം. എന്നാൽ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് ജിയോഗ്രഫിയിൽ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ് ടുവേർഡ് സസ്റ്റൈനബിലിറ്റി. അതിൽ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബേസ്ഡ് ഓഫ് ദ ഒറിജിൻ, ബയോട്ടിക്, അബിയോട്ടിക് പഠിച്ചിട്ടുണ്ട്. റിന്യൂവബിലിറ്റി, റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സും പഠിച്ചോ. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും കേട്ടോ. റിന്യൂവബിൾ എനർജി വേറെയാണ്, റിന്യൂവബിലിറ്റി റിസോഴ്സും റിന്യൂവബിൾ എനർജി നമുക്ക് എന്താണ് വേറെയാണ്. അതിന് നമ്മൾ ഇവിടേക്ക് തന്നെ ഓണർഷിപ്പ്, സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെന്റ്, മിനറൽസിന്റെ ഭാഗം ഒന്നാണ്. അതിന് ശ്രദ്ധിക്കേണ്ട 2 സാധനങ്ങളുണ്ട്, അയൺ, കോള്, പെട്രോളിയം. അവയുടെ ഫീച്ചേഴ്സുകൾ മേ ബി ചോദിക്കാം. റിന്യൂവബിൾ എനർജിയിലുണ്ടല്ലോ, നമ്മളെ JSR നിങ്ങളോട് പറഞ്ഞതുപോലെ അതിലെന്താ സോളാർ എനർജി കാര്യങ്ങളൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി അല്ല, നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ആണ്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ആണ്. പഠിച്ചോ, പരീക്ഷയ്ക്ക് എന്തായാലും വരും. കാരണം എന്താ മക്കളെ, അടുത്ത ലോകത്തിന്റെ ഒരു എനർജി ആയിട്ട് പറയുന്നത് റിന്യൂവബിൾ എനർജിയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. സോ ഇത് 2x കാണുന്നുണ്ടെങ്കിൽ 1x കേട്ടോ. ഓക്കെ, സോ ഹ്യൂമനിസം എന്നൊരു ചാപ്റ്ററിന്റെ മക്കൾ കാര്യം ഉറപ്പിച്ചോ.
ഇതിൽ 1 മാർക്കിന്റെ ചോദ്യം ഉണ്ടായിരിക്കും, ഒരു എസ്സേ ചോദ്യം, ഹ്യൂമനിസം എന്ന ചാപ്റ്റർ നിൽക്കും. 1 മാർക്ക് ചോദ്യങ്ങൾ മക്കളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് താഴത്തെ ലൈവ് കാണാൻ പറ്റും. ലൈവ് പോയാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1 മാർക്ക് ചോദ്യങ്ങൾ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് എസ്സേ ചോദ്യങ്ങളെ കാണാൻ ചാൻസ് ഉള്ളത്. എസ്സേ ചോദ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ബൈ റിനൈസൻസ് ഓഫ് ഇറ്റലി. ഇറ്റലി എന്തുകൊണ്ടാണ്, എന്ത് നടക്കാനുള്ള കാരണം, ഇറ്റലി എന്തുകൊണ്ടാണ് നവോത്ഥാനം നടന്നത് കൃത്യമായിട്ട് പഠിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ചില ക്വസ്റ്റ്യനിൽ 2 മാർക്ക് ചോദ്യം കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ചിലപ്പോൾ സ്കോളാസിസും ഹ്യൂമൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ ചോദിക്കാം. ബാക്കി ഇത്രയും സാധനങ്ങളുണ്ട്. അതിൽ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, ലിറ്ററേച്ചറോ സയൻസോ എന്റെ മക്കൾക്ക് ഈ പ്രാവശ്യത്തെ എസ്സേ ചോദ്യങ്ങൾ വരാൻ പോകുന്ന 5 മാർക്ക് ചോദ്യം ഉണ്ടാവും. ഒന്നെങ്കിൽ സയൻസ് എന്ന ശാസ്ത്രം, ലിറ്ററേച്ചർ എന്ന സാഹിത്യം, അതിലേതെങ്കിലും ഒന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഇതൊന്നും വന്നില്ല, ക്വസ്റ്റ്യൻ ടഫ് ആക്കണം തോന്നുകയാണെങ്കിൽ എസ്സേക്ക് ചാൻസ് അതാണ് റിഫോർമേഷനും കൗണ്ടർ റിഫോർമേഷനും. എന്താണ് മതനവീകരണം, എന്താണ് പ്രതിമതനവീകരണം, അതും എന്റെ മക്കൾ പഠിച്ചു വെക്കാം കേട്ടോ. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് വൈറിനേഴ്സ് ഇറ്റലി വരുന്നത് എന്താണ്, ലിറ്ററേച്ചർ എന്താ, സയൻസ് എന്താ, അതേപോലെ റിഫോർമേഷനും കൗണ്ടർ റിഫോർമേഷനും പഠിച്ചു വെക്കാം. അടുത്തതാണ് എന്റെ മക്കൾക്ക് അറിയാൻ പോകുന്ന ചാപ്റ്റർ ആണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. ഈ ചാപ്റ്ററിൽ എന്റെ മക്കളെ ഉറപ്പിച്ചോ ഫ്രഞ്ച് വിപ്ലവത്തിനുണ്ടായ കാരണങ്ങളുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്, തേർഡ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ ഫ്രഞ്ച് സമൂഹത്തെ തട്ടുകളാക്കിയത് എന്തായാലും എന്റെ മക്കൾ എന്ത് ചെയ്യാ നോക്കിയിട്ട് പോവാ. പിന്നെ നെപ്പോളിയൻ കൊണ്ടുവന്ന കുറച്ച് പരിഷ്കാരങ്ങളുണ്ട്. ആ നെപ്പോളിയൻ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. അത് 2 എന്റെ മക്കൾ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസുകളാണ്. ഇതിന്ന് എന്റെ മക്കൾ വരാൻ പോകുന്ന മാർക്ക് 4 മാർക്ക് ചോദ്യം ഉണ്ടാവാൻ ചാൻസ് കേട്ടോ. ഉറപ്പിച്ചോ, നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് 4 മാർക്ക് ചോദ്യങ്ങൾ തുടങ്ങുന്നില്ല. ആദ്യത്തെ ചോദ്യം ഈ ചാപ്റ്ററിനായിരുന്നു. അതിൽ ഒന്നെങ്കിൽ നെപ്പോളിയന്റെ ഇത് ചോദിക്കാം, അല്ലെങ്കിൽ ഫ്രഞ്ച് സമൂഹത്തിനുണ്ടായ കാരണങ്ങളുണ്ടല്ലോ, ആ കാരണങ്ങൾ എന്റെ മക്കൾക്ക് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ 3ാമത്തെ ചാപ്റ്റർ സാർ, 3 സാർ എന്ന് പറഞ്ഞു. 3ാമത്തെ ചാപ്റ്റർ ഏകദേശം 2 മാർക്കായിരുന്നു വരാൻ ചാൻസ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് ലൈവിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. സോ ബെൽറ്റ് ആൻഡ് വേൾഡ് ഈ ചാപ്റ്ററിന് മക്കളെ നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത് 5 മാർക്കാണ്. ആ 5 മാർക്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് 1 മാർക്കിന് ഒരു ചോദ്യം ഉണ്ടാവും. പിന്നെ എന്റെ മക്കൾക്ക് ചാൻസ് ഉള്ളത് ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽസ് ഒന്ന് ജസ്റ്റ് നോക്കി പോവാ. ഏറ്റവും ഇമ്പോർട്ടന്റ് ഒന്നെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാറിന്റെ റീസൺ, അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിന്റെ റിസൾട്ട്. ഇനി ഒന്നല്ല, ഒരു വെറൈറ്റി ആയിട്ട് ചോദിക്കണമെങ്കിൽ എന്റെ മക്കൾ ചോദിക്കാൻ പോകുന്നതാണ് ടോട്ടാലിറ്ററിസം എന്ന് പറയും. അതാണ് സമഗ്രാധിപത്യം എന്ന് പറഞ്ഞ സാധനം. എന്താണ് ഫാസിസും നാസിസും ഇല്ലേ, അത് കൃത്യമായിട്ട് പഠിച്ചോളി. ഫസ്റ്റ് വേൾഡ് വാറിന്റെ റിസൾട്ട്, ഫസ്റ്റ് വേൾഡ് വാറിന്റെ റീസൺ ഒന്നാം ലോക യുദ്ധത്തിന് കാരണം, സെക്കൻഡ് വേൾഡ് വാറിന്റെ റിസൾട്ട്, അല്ലെങ്കിൽ ടോട്ടാലിറ്ററിസം അഥവാ സമഗ്രാധിപത്യം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വരും. പിന്നെ 5ാമത്തെ ചാപ്റ്റർ സാറേ, 5ാമത്തെ ചാപ്റ്റർ വരും. 6ാമത്തെ ചാപ്റ്റർ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. 6ാമത്തെ ചാപ്റ്റർ ഇതിന്നൊരു എസ്സേ ചോദ്യം എന്റെ മക്കൾ കാണാനാണ്. ഉറപ്പിച്ചോളി, ഈ ഏർലി സ്ട്രഗിൾസ് ഓഫ് ഗാന്ധിജിയില്ലേ, ഇതാരും നോക്കാതെ പോകുന്നതാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ മക്കളെ, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ അഥവാ നമ്മളെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് തന്നെ SCERT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ചോദ്യം കണ്ട് അത് നന്നായിട്ട് പഠിച്ചു പോക്കോ. പിന്നെ എസ്സേ ചോദ്യം ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ട് വെച്ച സാധനമല്ലോ, നാഷണൽ മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, ഈ നാഷണൽ മൂവ്മെന്റ്സ് ഉറപ്പിച്ചോ എസ്സേ ചോദ്യം ഉണ്ടാവും. ഒന്നെങ്കിൽ നോൺ കോപ്പറേഷൻ, അതല്ലെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, അതല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ നമുക്ക് പഠിക്കാനുള്ളത് സാൾട്ട് സത്യാഗ്രഹമാണ് കേട്ടോ. സാൾട്ട് സത്യാഗ്രഹമാണ് പഠിക്കാനുള്ളത്. ഇതിൽ ഏത് വരും എന്നാണ് എന്റെ മക്കളുടെ ഡൗട്ട്. ഞാനൊരു ഒറ്റ ഉറപ്പ് പറഞ്ഞിട്ടെ, നോൺ കോപ്പറേഷൻ വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. നോൺ കോപ്പറേഷൻ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഈ നോൺ കോപ്പറേഷൻ വന്നിട്ടില്ലെങ്കിൽ സിവിലോ ക്വിറ്റ് ഇന്ത്യ ആയിരിക്കും. അതിലേറ്റവും കൂടുതൽ ചാൻസ് ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ, അത് ഇപ്പൊ പറഞ്ഞോളൂ സാറേ, ലൈവ് പറഞ്ഞു കൊടുക്കല്ലേ മക്കളെ. കിറ്റ് ഇന്ത്യ നന്നായിട്ട് പഠിച്ചു പോയിക്കാം കേട്ടോ. നോൺ കോപ്പറേഷൻ കിറ്റ് ഇന്ത്യ നന്നായിട്ട് പഠിച്ചു പോവാ കേട്ടോ. പിന്നെ ആൾട്ടർനേറ്റീവ് പാർട്സ് ഉണ്ട്, അതൊന്നും എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കി വെക്കുക. അതിൽ പ്രധാനപ്പെട്ട 5 എണ്ണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ ലൈവിലുണ്ട്. ആ ലൈവിൽ കൃത്യമായിട്ട് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. ഇനി 8ാമത്തെ ചാപ്റ്റർ, എല്ലാവരും ഡൗട്ട് ഇരിക്കുന്നത് ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കേണ്ടത് മക്കളെ ഉറപ്പിച്ചോ. എമർജൻസി 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്റെ മക്കൾ കാണാൻ പോകുന്നതാണ് ഈ ഒരു ചോദ്യം. എമർജൻസി അടിയന്തരാവസ്ഥ കാലഘട്ടം എന്താണെന്ന് ചോദിക്കും, ഉറപ്പിച്ചോ. അതിനൊരു ചോദ്യം ഉണ്ടാവും. പിന്നെ മൂവ്മെന്റ്സ് ആണ്. മൂവ്മെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പരിസ്ഥിതി മൂവ്മെന്റ്, നന്നായിട്ട് നോക്കി പോകേണ്ട മൂവ്മെന്റ് ആണ് പരിസ്ഥിതി മൂവ്മെന്റ്. ചോദ്യം ഉണ്ടാവാം. അതല്ലെങ്കിൽ എന്താണ് മണ്ഡൽ കമ്മീഷൻ, ഇതൊക്കെ പഠിക്കാനുള്ളതിന്റെ ഏറ്റവും ഷോർട്ട് ലൈവിലുണ്ട് മക്കളെ. ലൈവിലേക്ക് പോരി, ലൈവ് കഴിഞ്ഞിട്ടാണ് വീഡിയോ വന്നതിന് ലൈവിലുണ്ടാവും. നിങ്ങൾ ആ ഭാഗം മാത്രം കണ്ടാൽ മതി. ഏറ്റവും സിമ്പിൾ ആക്കി മണ്ഡൽ കമ്മീഷന്. പിന്നെ എന്റെ മക്കൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇതിൽ മണ്ഡൽ കമ്മീഷനും പരിസ്ഥിതിയും ചോദിക്കും. ചിലപ്പോ എന്റെ മക്കൾക്ക് എന്ത് ചെയ്യും, ഏതും ഖലിസ്ഥാൻ മൂവ്മെന്റ് ഉണ്ട്, എവിടെയും കാണാത്തതുകൊണ്ട് ചിലപ്പോൾ ഖലിസ്ഥാൻ സിഖ് മതക്കാരായിട്ട് ബന്ധപ്പെട്ട ഖലിസ്ഥാൻ മൂവ്മെന്റ് ഉണ്ട്, അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് രണ്ടും മനസ്സിലാക്കിക്കുക. വെല്ലുവിളികളിൽ എന്തായാലും എന്താണ് കമ്മ്യൂണലിസം, എന്താണ് വർഗീയത എന്നുള്ള സാധനം നന്നായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ
അതേപോലെ തന്നെ ഗവർണറിന്റെ പങ്കൊക്കെ ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് നോക്കുക. അപ്പൊ ഈ ചാപ്റ്റർ ആണ് കുറെ ആൾക്കാർ ടഫ് എന്ന് പറഞ്ഞത്. ഈ ചാപ്റ്ററിന് എന്റെ മക്കൾക്ക് വരാൻ പോകുന്നത് 1 മാർക്കിന്റെ ചോദ്യം, 2 മാർക്കിന്റെ ചോദ്യം, 3 മാർക്കിന്റെ ചോദ്യം. 1 മാർക്കിന് ഞങ്ങൾക്ക് എവിടുന്നും വരാം. 2 മാർക്കിന്റെ ചോദ്യം എന്റെ മക്കൾക്ക് 2 3 മാർക്കിന്റെ ചോദ്യങ്ങൾ 3 മാർക്ക് ചിലപ്പോൾ അടിയന്തരാവസ്ഥയാവാം. അതല്ലെങ്കിൽ പരിസ്ഥിതി, മണ്ഡൽ കമ്മീഷൻ, ഖലിസ്ഥാൻ മൂവ്മെന്റ്, വർഗീയത എന്താ, ഗവർണറുടെ പങ്ക് എന്താ, ഇത് കൃത്യമായിട്ട് പഠിച്ചുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ ആണ് ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയെ അറിയാമെന്നുള്ള സാധനം. അത് നന്നായിട്ട് പഠിച്ചുകൊണ്ട് സാധനം ട്രൈബൽസ് ആണ്. യെസ്, ഈ ട്രൈബൽസ് ഈ സാധനം നന്നായിട്ട് പഠിച്ചുക്കോ. 2026 ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ മക്കൾ കാണാൻ പോകുന്നത് ട്രൈബൽസ് ആയിരിക്കും. അതല്ലെങ്കിൽ എന്റെ മക്കൾ വരാൻ പോകുന്നതാണ് ഗ്രാമസമൂഹങ്ങളിൽ ഇത്. അതല്ലെങ്കിൽ നോക്കിക്കോളി, ഭാഷ നിങ്ങൾക്ക് സെറ്റ് ചെയ്യലുണ്ട്. ചിലപ്പോ ജാതി വ്യവസ്ഥയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ജാതി വ്യവസ്ഥ ഏതിലും കാണുന്നില്ല. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ചിലപ്പോൾ 3 മാർക്ക് തരും. ജാതി വ്യവസ്ഥയെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ 2026 ഇതും കാണാൻ നമുക്ക് ചാൻസ് ഉണ്ട്. ഇതെന്ത് ചെയ്യാ, കിട്ടില്ല പഠിക്കാം. സോ എല്ലാവരും ഒന്ന് വേഗം വരും, എല്ലാവരും വേഗം വരും. അപ്പം ഏകദേശം എല്ലാ ചാപ്റ്ററിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. സോ നന്നായിട്ട് കാണാം മക്കളെ. വീണ്ടും എന്റെ മക്കളോട് പറയാനുള്ളത്, ഇതെല്ലാം ഞങ്ങൾ ഒരു ലേൺ വിത്ത് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം വെക്കുന്നുണ്ട്. ആ ലേൺ വിത്ത് മാസ്റ്റേഴ്സിന് ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും ആദ്യം മുതൽ അവസാനം വരെ ഒന്നും അറിയാത്തവനായിക്കോട്ടെ അത് ഞങ്ങൾ പഠിപ്പിച്ചു തരും. എല്ലാ മക്കളും ഞങ്ങൾക്ക് പറഞ്ഞ് കമന്റ് ചെയ്യുന്നതോ സാറേ ആ ലേൺ വിത്ത് മാസ്റ്റേഴ്സ് ഉണ്ടാണ് ഞങ്ങൾ കഴിച്ചിട്ടായി. സ്റ്റാർട്ടിങ് മുതലേ അവരുടെ കമന്റ് ആണ് ലേൺ വിത്ത് മാസ്റ്റേഴ്സ് ഉണ്ടാവില്ല. മക്കളെ ഈ കൊല്ലം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. 12 മണിക്കൂർ കൊണ്ട് 17 ചാപ്റ്റേഴ്സുകളും ഞങ്ങൾ സെറ്റ് ആക്കി. ഇവർക്ക് ഡൗട്ട് ഉണ്ടോ എന്തുകൊണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന് മുന്നേ നടത്താത്ത ചോദിക്കണ്ടോ? മക്കളെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. അതൊരു മോഡലാണല്ലോ. ആ മോഡലിനെ വെച്ചിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങൾ വെച്ചിട്ടേക്ക് നമ്മൾ ചർച്ച ചെയ്യുക. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എന്റെ മക്കൾ എന്തായാലും എഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് 2 പച്ചക്കൽപ്പോ ഒരു ഫയർ ഇടുക. സോ ഇതേപോലെ ഞങ്ങൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി പഠിപ്പിച്ചു തരും. ഞങ്ങൾ ക്വസ്റ്റ്യൻസ് മാത്രം പഠിപ്പിക്കാറില്ല, ഞങ്ങൾ പഠിപ്പിച്ച സാധനം ലൈവിൽ ഉണ്ടാവും. ഈ ചോദ്യങ്ങളൊക്കെ ലൈവിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. സോ മക്കളെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എന്ത് ചെയ്യാം, പബ്ലിക് നമ്മൾ തൂക്കും മക്കളെ അടിപൊളിയാക്കണം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഷെയറാക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം കമന്റ് ചെയ്യാൻ മക്കൾ മറക്കണ്ട. താങ്ക് യു സോ മച്ച്. ലവ് യു. ബൈ.